ഇന്നത്തെ പ്രോഗ്രാം കണ്ണൂർ ജില്ലയിലാണ് എന്ന് പറഞ്ഞപ്പോ മോൻ വിളിച്ച് പലരും പറഞ്ഞൊരു വിഷയമുണ്ട്. എന്താ? ഒരു ഒരു അമ്മയെ കഴുത്തെറുത്ത് കൊന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോടൊക്കെ പറയാം, ലഹരി പലവിധ രീതിയിൽ പിടിമുറുക്കി കടന്നു വരുമ്പോ ഒരു 50 വയസ്സ് പ്രായമുള്ള ഒരു അമ്മയെ 25 വയസ്സുകാരന് കഴുത്തെറുത്ത് കൊന്നതെങ്കിൽ ആ രക്തം സീറി ഒലിച്ചപ്പോ ആ മകൻ അറിഞ്ഞിട്ടില്ല ഒരു രക്തക്കെട്ട് ആ മാതാവിന്റെ ഗർഭപാത്രത്തില് ജീവന്റെ തുടിപ്പറിഞ്ഞപ്പോ സന്തോഷിച്ച അമ്മയായിരുന്നു എന്ന് ആ മകൻ അറിഞ്ഞിട്ടില്ല. 9 മാസക്കാലം നോക്ക് ഗർഭം ചുമന്ന് നടന്ന ആ അമ്മയുടെ വേദന അറിയാൻ മക്കളെ കൊണ്ട് കഴിയണില്ല. ഓരോ പൊസിഷനിലും കിടക്കുന്ന സ്ത്രീകളോട് ഗർഭവതിയാകുമ്പോ മക്കളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എല്ലാം സഹിച്ച് കിടക്കുന്നവർ ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുമ്പോ, ഡ്രസ് വാഷ് ചെയ്യുമ്പോ, കുളിക്കുമ്പോ മുഴു സമയങ്ങളും ആ മക്കളെ ഗർഭം ചുമന്നിട്ടാണ് ആ അമ്മ ജീവിച്ചത് എന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ 22 അസ്ഥികൾ ഒരേ സമയം പൊട്ടുന്ന വേദനയോടുകൂടെ ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തപ്പോ അവന്റെ കരച്ചിൽ കേട്ടപ്പോ എല്ലാം മറന്ന് സന്തോഷിച്ച അമ്മയുടെ കഴുത്തിലാണ് കത്തിവെച്ചതെന്ന് ആ മകൻ അറിയാതെ പോയി. 2 വർഷങ്ങളെ പാലൂട്ടി വരുമ്പോ മാതാവിന്റെ മാരടത്തിൽ നിന്ന് പാല് കിട്ടാതെ വരുമ്പോ മുളച്ചു വന്ന കിന്നരി പല്ലുകൊണ്ട് മാതാവിന്റെ മാരടത്തിൽ കടിച്ചപ്പോ മുല്ലമുട്ട് പോലെ പാല് വരുന്നതിന് പകരം രക്തത്തിന്റെ തുള്ളി വന്നപ്പോഴും അമ്മക്ക് വേദനിക്കുന്നടാ എന്ന് പറഞ്ഞ് തലോടിയ ആ അമ്മയുടെ രക്തമാണ് ഒരു ലഹരിക്ക് വേണ്ടി ഒടുക്കിയത് എന്നുണ്ടെങ്കിൽ അവരറിഞ്ഞിട്ടില്ല. പിച്ച വെച്ച് നടക്കുന്ന കാലഘട്ടങ്ങളില്, ഓടി നടക്കുന്ന കാലഘട്ടങ്ങളില് ഒന്നും താഴെ വീണ് ഒരു തുള്ളി രക്തം പൊടിഞ്ഞ് നീറുന്ന മനസ്സോടെ വാരിപ്പെടുന്ന അമ്മയുടെ വേദനയെ കാണാൻ കഴിയാത്തത്ര മാത്രം ക്രൂരത നിറച്ച ഒന്നിന്റെ പേരുണ്ടെങ്കിൽ അതാണ് ലഹരി. അതിലേക്ക് മടങ്ങാതിരിക്കുക മക്കളെ. പല രൂപത്തിൽ, കൂട്ടുകെട്ടിന്റെ രൂപത്തിൽ, ചോക്ലേറ്റിന്റെ രൂപത്തിൽ, മീഡിയ സ്വാധീനങ്ങളുടെ രൂപത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോ അതിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കാൻ, അതിനോട് ഞാനില്ല എന്ന് പറയാൻ, കുടുംബമെന്ന സന്തോഷത്തിന്റെ വിഹായസിലൂടെ വിഹരിച്ചു നിൽക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഹൃദയത്തെ തട്ടി മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തി ലഹരിക്കെതിരെ ബോധവാന്മാരായി നാട്ടിൽ ഒരു കിഡ്നി പേഷ്യന്റിനോട്, ഡയാലിസിസ് ചെയ്യുന്ന രോഗിയോട് നമ്മൾ പിരിവെടുത്ത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കും. ക്യാൻസർ പേഷ്യന്റിനെ നമ്മൾ രക്ഷിക്കും. അതിനേക്കാൾ മാരകമാണ് ലഹരി ബാധിച്ചവൻ. അവനെ കൊണ്ടുള്ള ദുരന്തം അനുഭവിക്കുന്നത് സമൂഹമാണ്. അമ്മയെ മാത്രമല്ല, അച്ഛനെ കൂടെ കൊല്ലാൻ ശ്രമിച്ചവനായിരുന്നു ആ മകൻ എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയുമ്പോ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ മുഴുവൻ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചവർ, അവരെയാ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം മനസ്സിലാക്കാൻ നമ്മുടെ മക്കൾക്ക് അല്ലാഹു സൽബുദ്ധി കൊടുക്കട്ടെ.